അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേയിലോട്ട് കിടക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേയിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഓപ്പൺ സോഴ്സ് പോയിട്ട് കോൺട്രിബ്യൂഷനൊക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ബേസിക് ആയിട്ട് ഗിറ്റ് വർക്ക് ചെയ്യണം. നമുക്ക് ആദ്യം മുതൽ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഗിറ്റിൻ്റെ ബേസിക് ഫ്ലോ പഠിച്ചു നമ്മൾ. ആദ്യം ഗിറ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണ മുതൽ പിന്നെ ആഡ്, കമ്മിറ്റ്, ബ്രാഞ്ച്, മെർജ്, സ്റ്റാറ്റസ്, ഡിഫ്, ലോഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, നമ്മുടെ പ്രൊജക്റ്റ് തന്നെ റിമോട്ടിലോട്ട് ആഡ് ചെയ്യാണ്, റിമോട്ട് കോൺഫിഗർ ചെയ്യാണ്, അതേപോലെ പുഷ് ചെയ്യാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതിൽ നിന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്താൽ അപ്ഡേറ്റ്സ് പുള്ള് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെച്ച് പ്ലസ് മെർജാണ് പുള്ള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യണ കാര്യം പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ സോഴ്സ് പോയിട്ടിൽ നമുക്കൊരു ബന്ധമില്ലാത്ത പോയിട്ടിൽ ഫോർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പഠിച്ചു. അത്രയും കാര്യങ്ങൾ സെറ്റായി. അപ്പോൾ ഒരുവിധം നിങ്ങൾ ഗിറ്റിൻ്റെ എക്സ്പേർട്ടായി മാറി. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഗിറ്റ് ഹബിലെ ഗിറ്റ് ലാബ് ടൂളിലൊക്കെ വേറെ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് തൊട്ട് മുന്നേയായിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഫയലുണ്ട്. ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഫയൽ അതെന്താണെന്ന് കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ടെർമിനലിൽ ഇപ്പോൾ ഇത് ഗിറ്റ് സ്റ്റാറ്റസ് എടുത്താൽ ഓൺ ബ്രാഞ്ച് മാസ്റ്റർ നത്തിങ് വർക്കിംഗ് ട്രീ ക്ലീൻ ആണ്, ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അത് ഗിറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും, അത് കമ്മിറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില കേസിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കോഡൊക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്യണം. പക്ഷേ ചില സാധനങ്ങൾ ഇങ്ങനെ ഗിറ്റിലോട്ട് ആഡ് ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഷോപ്പിംഗ് കാർട്ടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കാർട്ട് അറിയില്ല, നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണ ഈ ആമസോണിൻ്റെ നമ്മളത് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൽ ഇ കൊമേഴ്സിൻ്റെ ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ യൂസേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൽ ഐറ്റംസ് ആഡ് ചെയ്യും, ചിലപ്പോൾ യൂസേഴ്സ് അതിൽ അവരുടെ DP ആഡ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു ഇമേജസ് എന്നുള്ള ഫോൾഡർ ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് യൂസറിൻ്റെ ഇമേജൊക്കെ കൊണ്ടുവന്നാണ് നമ്മൾ എടുത്തിടുന്നത് വയ്ക്കുക. ആ യൂസർ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഇമേജസ് ആഡ് ചെയ്തു, നമ്മളെ കോഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇമേജസ് എന്നുള്ള സ്ഥലത്താണ് ഇടുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, അതിലുള്ള ഫയലും കൂടി ഗിറ്റിലോട്ട് കയറും. അപ്പോൾ ഗിറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ മറ്റ് ഡെവലപ്പേഴ്സിനൊക്കെ ഈ ഏതൊക്കെ ആൾക്കാർ ഇമേജ് ആഡ് ചെയ്തും ഫോട്ടോ ആഡ് ചെയ്തും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കിട്ടാൻ പാടില്ല നമുക്ക്. അപ്പോൾ ചില സംഭവങ്ങൾ ഗിറ്റിലോട്ട് തന്നെ വരാൻ പാടില്ല. അതായത് സോഴ്സ് കോഡ് ഇപ്പോൾ ആർക്കെങ്കിലും പോയാലും വേറെ വേറെ കൺട്രിയിലുള്ള ഡെവലപ്പേഴ്സിന് പോയാലും ഡാറ്റ എന്ത് ചെയ്യരുത്, ഇപ്പോൾ ഒരു ഇമേജ് യൂസേഴ്സിൻ്റെ ഡാറ്റ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതിലോട്ട് പോകരുത്. അപ്പോൾ കോഡ് അങ്ങോട്ട് പോയാലും അതിന് ചില സാധനങ്ങൾ അങ്ങോട്ട് പോകാത്ത സാധനങ്ങളുണ്ടാവും, പോകാൻ പാടില്ലാത്ത സാധനങ്ങൾ നമുക്ക് കോൺഫിഗർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഒരു .git ignore എന്ന് പറഞ്ഞ ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് .git ignore? ഓക്കെ, അപ്പോൾ വിം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് .git ignore സ്റ്റാർട്ട് ചെയ്തു. .git ignore സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു നോട്ട്പാഡ് ഫയലാണ്. ഈ നോട്ട്പാഡ് ഫയൽ എന്തൊക്കെ എഴുതോ, ഇപ്പോൾ ഓൾറെഡി idea.workspace എന്നുള്ള സംഭവമുണ്ട്. അത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയുടെ കാര്യങ്ങളായിരിക്കും. വിഷ്വൽ സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ ഐഡിയ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് സ്റ്റോമിൻ്റെ ഐഡിയൻ്റെ ഉള്ള കുറച്ച് കോൺഫിഗറേഷൻ ഫയലാണ്. അടുത്ത ലൈനിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇമേജസ് എന്നുള്ള ഫോൾഡർ കൊടുത്ത്, ഇമേജസ് എന്നുള്ള ഫോൾഡർ നമ്മൾ ഇമേജ് ഇടാൻ വെബ് ഡിസൈൻ്റെ ഇമേജ് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. തൽക്കാലം ഞാൻ ആ ഫോൾഡർ കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ നോട്ട്പാഡ് ഫയൽ റൈറ്റ് ക്യൂറ്റിൽ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ LS അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഗിറ്റ് ഇഗ്നോർ പറഞ്ഞാൽ ഡോട്ട് ആയതുകൊണ്ട് ഹിഡൻ ആയിരിക്കും നമ്മൾ പറഞ്ഞു. നമ്മൾ ഡോട്ടായിട്ടുള്ള ഫോൾഡറിന് ഗിറ്റിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മയല്ലേ. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ .git ignore ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ഗിറ്റ് ആഡിൽ എന്താ പറയുക -all കൊടുത്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് കമ്മിറ്റ് ചെയ്യുക. ഗിറ്റ് ഇഗ്നോർ ഫയൽ ആഡഡ്. ഓക്കെ, ആ ഐഡിയ എന്നുള്ള സംഭവം ഓൾറെഡി ഗിറ്റ് ഇഗ്നോർ ഫയൽ ഉള്ളതിൻ്റെ പേരിലാണ് അത് അവിടെ കാണിച്ചത്. ഗിറ്റ് ഇഗ്നോർ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്യുക, എപ്പോൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഡിറ്റാണ് ഇപ്പോൾ ചെയ്തത്, ആഡ് അല്ല ചെയ്തിട്ടുള്ളത്, എഡിറ്റ് ചെയ്ത് തൽക്കാലം അങ്ങനെ പോട്ടെ. ഗിറ്റ് ഇഗ്നോർ ഫയൽ ആഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇമേജസ് എന്നുള്ളൊരു പാത്താണ് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ കൊടുത്ത്. അതായത് നമുക്ക് ഈ ഫോൾഡറിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം.
ഇമേജസ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. ഇമേജസ് എന്നുള്ള ഫോൾഡറിന് വിളിക്കാൻ നമുക്കൊന്ന് പോവാം ആദ്യം. ഇത് യങ് വെബ്സൈറ്റിൽ ഇമേജസ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പോവാം. CD സ്പേസ് ഇമേജസിലോട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്യാൻ, അവിടെ നമ്മൾ ടച്ച് ഓർമ്മല്ലേ, ടച്ച് ഹേ എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. CD സ്പേസ് ഡോട്ട് പുറത്തേക്ക് വന്നു. നമുക്ക് നോക്കാം, ഇവിടെ ഹേ എന്ന് പറഞ്ഞ ഫയലുണ്ടോ, ഹേ എന്ന് പറഞ്ഞ ഫയലോട് വന്നിട്ടുണ്ട്. നോർമലി ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കണം, ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ ആ ഇമേജസിനുള്ള ഫയൽ കാണിക്കേണ്ടതാണ്. കാണിക്കുന്നില്ലല്ലോ. DS-Store ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റ് ഇഗ്നോറിലോട്ട് ആഡ് ചെയ്യാം. ഇതും ഗിറ്റ് ഇഗ്നോറിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഗിറ്റ് ഇഗ്നോറിൽ ഇതിൻ്റെ പേരൊന്ന് കോപ്പി ചെയ്തേക്കാം, .DS-Store. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതായത് നമുക്ക് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. .DS-Store എന്നുള്ള സാധനം ആഡ് ചെയ്തു. സ്പെസിഫിക് ആയിട്ട് ആ ഫയലൊക്കെ ആഡ് ചെയ്തു. ഗിറ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് കൊടുത്തിട്ട് ഇപ്പോൾ കണ്ട ഗിറ്റ് സ്റ്റാറ്റസ് എടുത്തപ്പോൾ ആ ഗിറ്റ് ഇഗ്നോർ ഫയൽ ആഡ് ചെയ്ത് നമുക്ക് എന്തായാലും ആഡ് ചെയ്യണം. ഗിറ്റ് ആഡ് ഓക്കെ, ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്താലും മതി, അതിൽ ഫയൽ ആഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചപ്പോൾ ഗിറ്റ് ഇഗ്നോർ ഫയൽ മാത്രമേ കാണിക്കൂ, DS-Store കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? DS-Store നമ്മൾ അവിടെ ഇഗ്നോർ ചെയ്യണം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോർ ചെയ്ത് പോകും. അപ്പോൾ അതേമാതിരി തന്നെ ഇമേജസിൻ്റെ ഉള്ളിൽ ഇനി എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഗിറ്റിൻ്റെ കോഡിലോട്ട് ആഡ് ചെയ്യാനോ കമ്മിറ്റ് ചെയ്യാനോ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യേണ്ട ഫയലോ പാത്തോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യാൻ പറ്റും ഇഗ്നോർ ഫയൽ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സിസ്റ്റം, ഇപ്പോൾ ലിനക്സിലാണെങ്കിൽ വേറെ കുറേ ഫയൽസ്, വിഷ്വൽ സ്റ്റുഡിയോ ആണെങ്കിൽ അതിൻ്റെ കുറേ കോൺഫിഗറേഷൻ ഫയൽസ്, വെബ്സ്റ്റോം ആണെങ്കിൽ അതിൻ്റെ കുറേ കോൺഫിഗറേഷൻ ഫയൽസ്, ഇതൊന്നും നമുക്ക് കോഡിൽ വേണ്ടല്ലോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ID ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആറ്റം യൂസ് ചെയ്യുന്നവരുണ്ടോ, എക്ലിപ്സ് യൂസ് ചെയ്യുന്ന പലർക്കും പല ID. അതിൻ്റെ എന്തെങ്കിലും കോൺഫിഗറേഷൻ ഫയൽസ് ഒക്കെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഗിറ്റ് ഇഗ്നോർ ഫയലിൽ അതിൻ്റെ പാത്തോ ഫോൾഡറോ ഫയൽ നെയിമോ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. അതേപോലെ പ്രൊജക്റ്റിൽ നമ്മൾ യൂസേഴ്സിൻ്റെ ഡാറ്റാസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ രീതിയിൽ ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഫയൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗിറ്റ് ഇഗ്നോർ ഫയൽ ആഡ് ചെയ്യാൻ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് ഇഗ്നോർ ഫയൽ ആഡ് ചെയ്യണം എന്തോ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ സെറ്റിങ്സിൽ. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗിറ്റ് ഇഗ്നോർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കണ്ടോ ആഡ് ഗിറ്റ് ഇഗ്നോർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? അവിടെ നമുക്ക് എന്ത് കൊടുക്കുക, അപ്പോൾ നിങ്ങൾ Node.js-ൻ്റെ പ്രോജക്റ്റാണ് ചെയ്യണത്, നിങ്ങൾ ജാവയുടെ പ്രോജക്റ്റാണ് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യുക, പലതിനും ഗിറ്റ് ഇഗ്നോർ ഉണ്ട്. ഇപ്പോൾ ജാവയിലാകുമ്പോൾ ജാവേൻ്റെ കുറേ ബിൽഡ് ഫയൽ അത് ഇത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. HTML അങ്ങനെ സംഭവം ഉണ്ടാകും, HTML അങ്ങനെ ഇല്ല. HTML എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, വെബ്സ്റ്റോം ആണെങ്കിൽ അത് നത്തിങ്, വെബ്സ്റ്റോമിൻ്റെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഗിറ്റബിൽ എന്താണെന്ന് വെച്ചാൽ UI അത് എടുക്കാനുള്ള ഓപ്ഷൻ തരികയാണ്. JS ആണെങ്കിൽ അതല്ല, Node.js ഉണ്ടാവും മിക്കവാറും. നോഡ് ഉണ്ട് കണ്ടോ. അപ്പോൾ നോഡിൻ്റെ ഒക്കെ കുറേ ഫയലുകൾ ഇതേമാതിരി ആവശ്യമില്ലാതെ കിടക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ ഗിറ്റ് ഇഗ്നോർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗിറ്റബിൽ ആഡ് ചെയ്ത് തരും. നമ്മളെന്ത് ചെയ്യുക, ഇതേമാതിരി ഇങ്ങനെ സ്ലാഷ് ഇട്ട് 1 by 1 എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോഡിനെ നോക്കി കേട്ടോ, നോഡ് വെച്ചിട്ടുണ്ടാക്കി സാമ്പിൾ പോയിട്ട് ഒരു SSS എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി ഒരു ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്ത് നിൽക്കുക. ഇതാണ് .git ignore ഫയൽ ഓൾറെഡി വന്നിട്ടുണ്ട്. MTക്ക് പകരം .git ignore ഫയലുള്ള ഒരു റെപ്പോണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതിൽ ഓൾറെഡി ലൈൻ ബൈ, അപ്പോൾ ഓരോ ലൈനിലുള്ള കാര്യങ്ങൾ ഈ സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഇത് നോഡ് പഠിക്കുമ്പോൾ പഠിക്കാൻ നമുക്ക് ആവശ്യം വരും. നോഡും പൈത്തണൊക്കെ പഠിക്കുമ്പോൾ അതേമാതിരി പൈത്തണൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പോൾ ഈ ഫയലുകളൊന്നും എന്ത് ചെയ്യില്ല, ആഡിലും കമ്മിറ്റിലും എടുക്കുകയില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ എഴുതിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് .git ignore. ഓക്കെ, അത് സെറ്റായില്ലേ. ഇനി അടുത്തൊരു കാര്യമാണ്, ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ വലിയൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഗിറ്റിലൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇന്നെ കംപ്ലൈൻറ്റ് ഉണ്ട്, ഇന്നെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് കോഡ് ചെയ്യാൻ അറിയില്ലെങ്കിലും ആ സംഭവം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. ആ ഇഷ്യൂസൊക്കെ മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ പ്രോബ്ലംസ് മെൻഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇഷ്യൂസ് എന്നുള്ള ടാഗ് കണ്ടോ, ഈ ഒരു ടാബ് കണ്ടോ,
ഈ ടാബ് എടുത്താൽ ഇപ്പോൾ ഇഷ്യൂസ്, ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഇഷ്യൂസ് ടാബ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ന്യൂ ഇഷ്യൂ ഓപ്പൺ ചെയ്യുക. ന്യൂ ഇഷ്യൂൻ്റെ ബട്ടൺ കണ്ടോ ഇവിടെ ക്രിയേറ്റ്. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ നേരത്തുള്ള പ്രോജക്റ്റിൽ ഏതെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഫൈസലിനെ നമുക്കൊരു ഇഷ്യൂ കൂടെ ക്രിയേറ്റ് ചെയ്യണം, ഇതിലാക്കാം. ഇപ്പോൾ പിങ്ക് ഫൗണ്ടേഷൻ്റെ എന്നുള്ള പ്രോജക്റ്റിൻ്റെ എന്നുള്ള ബേസ് പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്യൂസിൽ കയറിയിട്ട് ഫൈസൽ വരെയാണ് ഒരു ഇഷ്യൂ, പുതിയൊരു ഇഷ്യൂ പോസ്റ്റ് ചെയ്യാണ്. ടൈറ്റിൽ എന്താണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇൻ മെയിൻ ഫയൽ ഓർ എന്തെങ്കിലും ഫയൽ കൊടുക്കുകയാണ്. എന്നിട്ട് കമൻറ്റ് ആഡ് ചെയ്യാണ്, പ്ലീസ് ചെക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംതിങ് എന്തെങ്കിലും മെൻഷൻ ചെയ്ത് കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഇഷ്യൂ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇഷ്യൂ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ഒന്നെങ്കിൽ ഫൈസലിന് തന്നെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക ഇഷ്യൂ. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ നോക്കാം, നമുക്ക് എന്താ സംഭവിക്കണം നോക്കാം. ഇവിടെ ഇഷ്യൂ ഇതുണ്ടോ, ഇവിടെ ഇത് വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ ഇഷ്യൂവിൻ്റെ ഒരു സംഭവം വന്നിട്ട്. അപ്പോൾ ഒന്ന് കയറി നോക്കാം, നമുക്ക് ഇതുണ്ടോ, പ്ലീസ് ചെക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്ത് അയക്കുക എവിടെയാണ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട്. അവൻ ചിലപ്പോൾ കൂടുതൽ ഇങ്ങനെ മിസ്റ്റേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, ഇന്ന ലൈനിൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്ന സംഭവം ഉണ്ട്, ഇന്ന ഇഷ്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള ഇത് പറയുകയാണ് ചെയ്യുക. ഞാൻ സാമ്പിൾ ചെയ്തുകൊണ്ട് വെറുതെ ഒരു ലൈൻ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ താങ്ക് യു, അതെന്ത് ചെയ്യാം, ഞാൻ ഫിക്സ് ചെയ്യുക എന്നുള്ള ഇതിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെ ഇഷ്യൂസ് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇഷ്യൂസ് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ വലിയൊരു പ്രൊജക്റ്റൊക്കെ എടുത്ത് നോക്കാം, ഒരുപാട് പേര് ഇഷ്യൂസ്, ഇപ്പോൾ ഷോപ്പിംഗ് കാർട്ടിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് പൈത്തൺ വെച്ചിട്ട്, എല്ലാവർക്കും പൈത്തൺ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമല്ലേ, പൈത്തണിൻ്റെ ജാങ്കോ കാർട്ടാണ് പ്രോജക്റ്റ്. ഓക്കെ, ഈ പ്രോജക്റ്റിലുണ്ട് ഇഷ്യൂസ് ഉണ്ടോ, 5 ഇഷ്യൂസ് കണ്ടോ. പുൾ റിക്വസ്റ്റ് ഒക്കെ ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ കുറേ സ്റ്റാർ, ഫോർക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ ഇതുണ്ടോ ഇഷ്യൂസ് ഉണ്ടോ, ആൾക്കാരുള്ള ഇഷ്യൂസാണ്. ഇപ്പോൾ നമുക്കും കമൻറ്റ് ചെയ്യുക, ഇല്ല ഈ ഇഷ്യൂസ് എൻ്റെ ഡിവൈസിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്, മറ്റേ രീതിയിൽ ഇങ്ങനെ കിട്ടണത്, ഞാൻ എൻ്റെ ബ്രൗസറിൽ അങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസിൻ്റെ താഴെ അതിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. റിയാക്ഷൻസ് ആഡ് ചെയ്യുക, നമുക്ക് കുറേ സംഭവങ്ങളുണ്ട്. ഇത് ലൈക്ക് അടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ തേജോധം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ ഡിസ്ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെ കുറേ കമൻറ്റുകൾ. നമുക്ക് ഏത് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി കയറിയിട്ട് നമുക്ക് ഇഷ്യൂ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നും കോഡ് ചെയ്യാൻ പോലും അറിയില്ലെങ്കിൽ നല്ല ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് എടുത്തിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ഇഷ്യൂസ് എങ്കിലും പറഞ്ഞു കൊടുത്താൽ ഡെവലപ്പേഴ്സ് ഫിക്സ് ചെയ്തോളും. ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കുക, അതിനൊക്കെയുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഇഷ്യൂസ് തന്നെ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളെ പ്രോജക്റ്റുകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എങ്ങിൻ്റെ ഒക്കെ പ്രോജക്റ്റ് പോലെ പിങ്ക് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ നമ്മൾ ഒരുപാട് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകൾ കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇഷ്യൂ ഇതിലോട്ടെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ ടീമിൽ ജോയിൻ ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാനൊന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, മൾട്ടിപ്പിൾ സാധനത്തിലേക്ക് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഏതാണോ നിങ്ങൾക്ക് അറിയണത് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇഷ്യൂസ് എങ്കിൽ ഇഷ്യൂസ് നോർമലി ടെസ്റ്റേഴ്സിനും വരാം, അല്ലാത്തവർക്കും വരാം, ടെസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, പ്രൊജക്റ്റിൽ തന്നെ ഇഷ്യൂസ് കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക. അതും വലിയൊരു പാർട്ടാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്പർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അയാൾക്ക് എത്ര സേഫായിട്ടുള്ള രീതിയിലാണ് അത് ഡെവലപ്പ് ചെയ്യുക. ടെസ്റ്റർ എന്ത് ചെയ്യും, അത് നശിപ്പിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഇഷ്യൂ കണ്ടെത്തി വെച്ചാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട, എപ്പോഴും നമ്മൾ ഡെവലപ്പർ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാലോ നോർമൽ യൂസർക്ക് ഡെവലപ്പർ ക്ലിക്ക് ചെയ്യണം, സബ്മിറ്റ് അടിക്കണം, നെക്സ്റ്റ് അടിക്കണം, ഇന്ന രീതിയിൽ പോകണമെന്നേ ചിന്തിക്കുള്ളൂ. പക്ഷേ ടെസ്റ്റർ എന്താ ചിന്തിക്കുക, ഏതൊരു പൊട്ടനായ യൂസർ വന്നാലും ഭയങ്കര മണ്ടനായിക്കോട്ടെ, അവൻ വേറെ എവിടെയെങ്കിലും പിടിച്ച് നെക്കിപ്പോയി, പ്രശ്നം വരാൻ പാടില്ല. യൂസർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യരുത്, ഇത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു യൂസർ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ കിടന്ന് സ്റ്റക്ക് ആവരുത്, അല്ലെങ്കിൽ അയാൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടാവരുത്. അത് പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം യൂസർ എന്തൊക്കെ പൊട്ടത്തരം ചെയ്യുമോ, എന്തൊക്കെ നല്ല വഴികൾ ചെയ്യുമോ, എന്തൊക്കെയോ ട്രിക്കുകൾ യൂസ് ചെയ്യും, ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ടെസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഏത് പ്രോജക്റ്റിലും കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇഷ്യൂസ് എന്നുള്ള ഈ ഒരു സെക്ഷനും കൂടി ഓർത്ത് വയ്ക്കുക, നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്ക് ആ രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും, ആ രീതിയിൽ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതും കോൺട്രിബ്യൂട്ടറായി മാറാനുള്ള ഒരുപാട് വഴികളുണ്ട് ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, പിന്നാലെ നമുക്ക് എന്ത് ചെയ്യുക, എങ്ങിൻ്റെ പ്രോജക്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് തുടങ്ങും, ഓരോ പ്രോജക്റ്റിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം.
ഓക്കെ, അതേപോലെ നമ്മുടെ പ്രോജക്റ്റിലൊക്കെ സ്റ്റാറ്റിക് സൈറ്റുകളൊക്കെ നമ്മൾ ചെയ്തല്ലോ, അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗിറ്റബിൽ കിട്ടും. അതിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യുക, അതേപോലെ ഇഷ്യൂസ് പോസ്റ്റ് ചെയ്യാൻ നോക്കുക, ഇഷ്യൂസ് കണ്ടെത്തുക, ഇഷ്യൂസ് ഞങ്ങളെ കമൻറ്റ് എഴുതി അറിയിക്കുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമുക്കും ഒരു പ്രയോജനമായിരിക്കും. നമ്മൾ എല്ലാം ഇരുന്നിട്ട് സെർച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് സാധനം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുന്നത് അത്രയും പെട്ടെന്ന്. ഞങ്ങളെ പല ഡിസൈനും ഞങ്ങൾ പലതും പൊട്ടിയിരിക്കുകയാണ്. എനിക്ക് ഇരുന്ന് ഇനി എന്ത് ചെയ്യണം, ടീമിന് വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കാണ്ട്, അതൊന്നും സമയമായിട്ടില്ല നമുക്ക്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ക്രിയേഷനിലും വേറെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം എല്ലാം കൂടി ഇരുന്നിട്ട്. അതിലോട്ടൊക്കെ നമ്മൾ നിങ്ങളെ ആഡ് ചെയ്യുക. ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് ചെയ്യാം. നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല, ഇവിടെ ഇതിലൊന്നും മറച്ചു വയ്ക്കാനില്ല. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ വേറെ തന്നെ ഉണ്ട്, സർവീസ് വർക്കുകൾ വേറെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ഹിഡൻ ആയിരിക്കും, അത് ഒരു പുറത്താർക്കും കൊടുക്കില്ല. അത് ക്ലയൻറ്റിൻ്റെ വർക്ക് കോഡ് സെക്യൂർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് റെപ്പോസിറ്ററിയിലാണ് അത് കീപ്പ് ചെയ്യുക. അല്ലാത്ത നമ്മളെ ഇപ്പോൾ ക്രോസ് റോഡ്സിൻ്റെ ബേസിലുള്ള കുറേ പ്ലാറ്റ്ഫോംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെയൊക്കെ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക, അതിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്ത കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു വെറൈറ്റി പ്ലാനാണ് പറയണത്. അതായത് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണം. ആ ഹോസ്റ്റ് ചെയ്ത പ്രൊജക്റ്റിന് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കണം. ഇതൊക്കെ ഈ ഗിറ്റ് ഹബിൽ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ ഗിറ്റ് ലാബിലുണ്ട് കേട്ടോ. ഗിറ്റ് ലാബിൽ വേറെ രീതിയിലൊക്കെ ആയിട്ട് വേറെ പേരിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങൾ. ഗിറ്റ് ഹബ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാണ് നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ എന്നുള്ള പ്രോജക്റ്റ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നുള്ള പ്രോജക്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് സ്പോൺസർഷിപ്പ് നോക്കുകയാണ്. എങ്ങനെ കുറച്ച് ആൾക്കാർ സ്പോൺസർഷിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പല നാട്ടിലുണ്ട്, ഇപ്പോൾ ഡൊണേഷനൊക്കെ ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടില്ല, ഡൊണേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിന് ഡൊണേഷൻ എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എടുത്താനുള്ള ഓപ്ഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ പണ്ട് 100Kയുടെ സപ്പോർട്ട് ചെയ്തപ്പോഴും നമ്മുടെ വെബ് ഡിസൈൻ ചെയ്തപ്പോൾ നിങ്ങൾ ബിരിയാണി സ്പോൺസർ ചെയ്യാൻ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ, 100 റുപ്പീസിൻ്റെ ബിരിയാണി സ്പോൺസർ ചെയ്യാൻ. അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്ക് ഉപകാരപ്പെടുന്ന പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, സ്പോൺസർ ചെയ്യും. നമ്മുടെ നാട്ടിലായി വരുന്നത് നമുക്ക് ആക്കി മാറ്റണം അങ്ങനെ. എന്നിട്ട് വേണം നമുക്ക് എങ്കിലൊക്കെ വലിയ ഒരുപാട് ഫണ്ട് നിങ്ങളുടെ നിന്ന് മേടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം നമുക്കെന്താ വെച്ചാൽ സ്പോൺസർഷിപ്പ് എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റെപ്പ്. അപ്പോൾ നിങ്ങൾ അത്രയും നല്ല സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫൈസലിൻ്റെതായതുകൊണ്ട് നമുക്ക് വേണ്ട എൻ്റെ കയ്യിലോട്ട് പോകാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നേരത്തെ ലാസ്റ്റ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ നിങ്ങൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ഡേറ്റ് വിത്ത് ഗിറ്റ് നമ്മൾ സാമ്പിളായിട്ട് ചെയ്ത് നോക്കിയ പ്രോജക്റ്റ്. ഇതിലെനിക്ക് സ്പോൺസർ ബട്ടൺ ആഡ് ചെയ്യണം, സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, സെറ്റിങ്സിലോട്ട് പോയിട്ട് ഇവിടെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്പോൺസർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ സ്പോൺസർ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റപ്പ് സ്പോൺസർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പേയ്മെൻറ്റ് പല രീതിയിൽ വരുത്താം. അപ്പോൾ ഗിറ്റ് ഹബ് ഉണ്ട്, പാട്രോൺ ഉണ്ട്, അതേമാതിരി ഓപ്പൺ കളക്റ്റീവ് ഉണ്ട്. പല പേയ്മെൻറ്റിൻ്റെ പല ഗേറ്റ് വേ നമ്മളൊക്കെ കണ്ടിട്ടില്ല, റാസോർ പേ, ഫോൺ പേയുടെ ഒക്കെ പല കാര്യങ്ങളുണ്ടല്ലോ, പേയു മണി, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേതെങ്കിലും പേയ്മെൻറ്റിൻ്റെ കാര്യം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം നമുക്ക് കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാം. ഇതിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യരുത്, ഇതിലേതെങ്കിലുമൊക്കെ സൈഡിൽ കയറിയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി റെഡിയാക്കി ചെയ്യണം. തൽക്കാലം ഞാൻ ഒന്നും അവസാനത്തെ കസ്റ്റമിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ കസ്റ്റമിൽ ആഷ് ചെയ്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ടൊരു കസ്റ്റം ലിങ്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതാണ് നിങ്ങളെ പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വയ്ക്കുക. പേയ്മെൻറ്റ് നടത്താനുള്ള ബാങ്കിൻ്റെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിന് ഒരു ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു, അത് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ലിങ്കാണ്. എക്സാമ്പിളാണ് ഞാൻ തൽക്കാലത്തിന് ഇടുകയാണ്. ഇപ്പോൾ ലിങ്ക് ഇവിടെ സെറ്റ് ചെയ്യണം നിൽക്കുക. ആ ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേയ്മെൻറ്റിനുള്ള ലിങ്ക് നിങ്ങൾ കസ്റ്റമറിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യണം, അക്കൗണ്ട് എടുത്തിട്ട് സെറ്റപ്പ് ചെയ്യണം. നമ്മൾ റാസോർപ്പയിൽ ഓൾറെഡി അക്കൗണ്ട് എടുത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ റാസോർപ്പയുടെ ലിങ്കാണ് ഇവിടെ വന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം, തൽക്കാലം SPSonline.in വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്ത് കസ്റ്റമറിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കമ്മിറ്റ് ചെയ്യാം. അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് .github പറഞ്ഞ ഗിറ്റബിൻ്റെ കുറച്ച് കോൺഫിഗറേഷൻ ഫയൽ ആഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ ഉണ്ടോ ഇതുവരെ ഇല്ലാത്തൊരു കാര്യം കണ്ടോ, സ്പോൺസർ എന്നുള്ളൊരു ബട്ടൺ കണ്ടോ. ഇപ്പോൾ സ്പോൺസർ എന്നുള്ള ബട്ടൺ കണ്ടോ കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ എക്സ്റ്റേണൽ ലിങ്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മെസ്സേജൊക്കെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അതിലോട്ട് പോവാം, പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നല്ലൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്പോൺസേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഡൊണേഷൻ ഇങ്ങനെ വരുത്താൻ പറ്റും.
അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേറെ മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വേറെ കുറേ ഇൻറ്റഗ്രേഷൻ കാര്യങ്ങളുണ്ട്. അവരെ പേയ്മെൻറ്റ് എടുത്ത ആൾക്കാർ, അതേമാതിരി ഫണ്ട് കിട്ടിയതിൻ്റെ കുറേ സംഭവങ്ങൾ ഷോ ചെയ്യിപ്പിക്കുക, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് സ്പോൺസറിലുള്ളത്. അങ്ങനെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഡൊണേഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം ജിസ്റ്റ് എന്നുള്ള സംഭവമുണ്ട്. ജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫുൾ പ്രൊജക്റ്റ് നമുക്ക് മറ്റുള്ളവർക്കൊന്നും കാണിച്ചു കൊടുക്കണം. പ്രൈവറ്റ് പ്രൊജക്റ്റ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ചില ഭാഗം അതിൽ പബ്ലിക്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിക്കോട്ടെ. നമ്മൾ ഓപ്പൺ സോഴ്സിൻ്റെ ഒരു പ്രത്യേക മൈൻഡ് തന്നെ അതാണ്. മറ്റുള്ളവരും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെ എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കാട്ടോ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി ഹെൽപ്പ് ആവട്ടെ, നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരും പഠിക്കട്ടെ, അങ്ങനെ ഉണ്ടാക്കിയതാണ് ലിനക്സും ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അഡ്വാൻസ് ലെവലിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ സോഴ്സാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അവർ അതിൻ്റെ ബിസിനസ് പരമായിട്ട് അവർ ബിസിനസ് കണ്ടെത്തുന്ന ബിസിനസ് അത് വേറെ തന്നെ ഭാഗമാട്ടോ. നിങ്ങൾ ഒരു കോഡ് കിട്ടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഊബറിൻ്റെ കോഡ് അങ്ങോട്ട് കിട്ടിച്ചിട്ട് നിങ്ങൾക്ക് ഊബറിനെ പോലെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? വെറുതെയാണ്. ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒയോനെ പോലെ ഒയോൻ്റെ ഒരു ആപ്പിൻ്റെ ഫുൾ കോഡ് നിങ്ങളെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പ് പോസ്റ്റ് ചെയ്യുക, പേരൊക്കെ മാറ്റി പുതിയൊരു ആപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നാളെ ബിസിനസ് വരും വിചാരിക്കേണ്ട. അത് വേറൊരു കാര്യം തന്നെയാണ്. അത് വേറൊരു വലിയ സംഭവമാണ്. അത് മനുഷ്യന്മാരാട്ടോ, ഇത് സിസ്റ്റത്തിനുള്ള കളിയാണ്, വേറെ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഡുകൾ, അതായത് എന്താ പറയുക, ചില കോഡുകൾ, ചില വലിയ പ്രോജക്റ്റിൽ ചില കോഡുകൾ നമുക്ക് നാട്ടുകാരും കൂടി കാണിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെ ജിസ്റ്റ് എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ജിസ്റ്റിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ജിസ്റ്റ് ഉണ്ടോ? ഈ ന്യൂ ജിസ്റ്റ് അല്ലെങ്കിൽ github.com കയറിയാൽ മതി. ന്യൂ ജിസ്റ്റിലോട്ട് കയറാം. നമുക്ക് ന്യൂ ജിസ്റ്റിലോട്ട് കയറിയണ്ട ആൾ ജിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? അതായത് മറ്റുള്ള ആൾക്കാർ തൊട്ട് മുന്നേ ഉണ്ടോ ചില കാര്യങ്ങൾ ജിസ്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോരോ ചെറിയ ചെറിയ പേജുകളിൽ ഒരു വെറൈറ്റി കോഡ് സ്നിപ്പറ്റ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ കുറേ എന്താ പറയുക ജിസ്റ്റുകൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ന്യൂവിലെടുത്താൽ ന്യൂ ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ എടുത്തല്ല, ഇതുണ്ടോ ഞാൻ സ്റ്റൺസ് എന്നുള്ള സംഭവം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഞാൻ പണ്ടൊരു വേറെ ആരോ ഉണ്ടാക്കിയ ജിസ്റ്റ് എന്ന് ഞാൻ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, എൻ്റെ കയ്യിലോട്ട് ഫോർക്ക് ചെയ്ത് വെച്ച ജിസ്റ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് വീഡിയോ കോളിങ്ങിൻ്റെ സാധനമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കോളിൻ്റെ വീഡിയോ എക്സ്പ്ലെയിൻ അല്ല ഒരു എന്താ ഷോർട്ട് വീഡിയോ ഇറക്കാണ്ടല്ലോ, വാട്ട് ഈസ് ഇൻ്റർനെറ്റിൻ്റെ ശേഷമുള്ള വീഡിയോ ഇറക്കാണ്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ കോള് ജനറേറ്റ് ചെയ്യുന്ന സാധനം മുന്നൊരു സ്റ്റൺ സെർവർ, ടേൺ സെർവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെർവറിൻ്റെ കുറേ പബ്ലിക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സെർവറിൻ്റെ IP കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും, അതേപോലെ സെർച്ച് ചെയ്തപ്പോൾ ജിസ്റ്റിൽ നിന്ന് കിട്ടിയത് അത് ഞാൻ എന്ത് ഫോർക്ക് ചെയ്ത് വെച്ചായിരുന്നു. അതേപോലെ ഞാൻ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ readme.md IPsec ഇത് വേറൊരു കാര്യമാണ്. ഇതേപോലെ ജിസ്റ്റിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ച കാര്യമാണ്. VPNൻ്റെ ഒരു സംഭവം, ഒരു കോഡും കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം കൂടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക ജിസ്റ്റുകൾ ചെറിയ കുറച്ച് ഒരു ഫുൾ പ്രൊജക്റ്റ് ആർക്കും ഷെയർ ചെയ്യണില്ല. പ്രൊജക്റ്റിൽ നമ്മൾ പ്രൈവറ്റ് ആയിരിക്കാം, പബ്ലിക് ആയിരിക്കാം, വാട്ടവർ. നമുക്ക് ജിസ്റ്റ് നാളത്തെ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സുള്ള പാട്ടുള്ള കോഡുകൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ജിസ്റ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ജിസ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ജിസ്റ്റിന് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ദിസ് ഈസ് എ സാമ്പിൾ ജിസ്റ്റ് ഫയൽ. ഓക്കെ, ഞാൻ സാമ്പിൾ ജിസ്റ്റാണ്. ഫയൽ നെയിം ഇൻക്ലൂഡിങ് എക്സ്റ്റൻഷൻ നമുക്ക് .js ഫയൽ, .java ഫയൽ, .html ഫയൽ. ഇപ്പോൾ hi.html എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HTML ഉള്ളിൽ കോഡ് എഴുതുകയാണ്. ഇത് ഇപ്പോൾ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തോ ഒരു സാധനം കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് എഴുതണമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ ഇവിടെ കുറേ കോഡുകളൊക്കെ എഴുതി നിങ്ങൾ കുറേ എന്തോ വലിയ സംഭവമായിട്ടുള്ള കോഡ് നിങ്ങൾക്ക് എവിടെ നിന്നോ കിട്ടി. അപ്പോൾ നിങ്ങൾ ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്തൊക്കെയാണ്. ഇപ്പോൾ ഗൂഗിളിൽ എവിടെയൊക്കെ സെർച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം കിട്ടി, നാളെ അവിടെ ഒരു യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെയും ഗൂഗിൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് വെക്കണം. എടുത്ത് വെക്കാണ്ട് ജിസ്റ്റിൽ കൊണ്ടുപോയി നോക്കിയാൽ ചെറിയൊരു കോഡ്, ചെറിയൊരു പേജ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ഓഫ് സംഭവങ്ങൾ എടുത്ത് വയ്ക്കുക. പ്രൊജക്റ്റ് പോലെയല്ല. പ്രൊജക്റ്റിൽ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഉള്ളിൽ കയറി ഫുള്ള് സെർച്ച് ചെയ്യുക. അയ്യോ ഏത് ഫയലിലാണ് ഞാനത് കോഡ് ചെയ്തതെന്നൊക്കെ എഴുതി നോക്കേണ്ടി വരും. സെർച്ച് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ജിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ക്രിയേറ്റ് പബ്ലിക് ജിസ്റ്റ് ഉണ്ട്, ക്രിയേറ്റ് സീക്രട്ട് ജിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിക്കലി വിസിബിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ ആൾ ജിസ്റ്റ് അതുണ്ട്. ഇവിടെ ആൾ ജിസ്റ്റിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും ഇതേപോലെ പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ജിസ്റ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ഇപ്പോൾ ക്രിയേറ്റ് സീക്രട്ട് ജിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ കാണൂല, നമുക്ക് മാത്രമേ കാണുള്ളൂ. പക്ഷേ ലിങ്ക് അയച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് അയച്ചു കൊടുത്താൽ കാണാൻ പറ്റും. ഇത് ക്രിയേറ്റ് പബ്ലിക് ജിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ചുമ്മാ എന്ത് ചെയ്തു, ക്രിയേറ്റ് പബ്ലിക് ജിസ്റ്റ് ക്രിയേറ്റ്. ഇനി ഓൾ ജിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആണോ തൊട്ട് മുന്നേ ആണോ ക്രിയേറ്റഡ് എന്നുള്ള ജിസ്റ്റ്. അതിൻ്റെ ശേഷം വേറെ തന്നെ വന്നു currency raw.kt എന്നുള്ള വേറെ അതൊരു ജിസ്റ്റ് ഫയൽ വന്നു. ഓക്കെ,
അവനെന്തോ അതിലെന്തോ ജിസ്റ്റ് ചിലപ്പോൾ ട്രൈ ഔട്ട് ചെയ്തതാവും, ചിലപ്പോൾ അവന് കാര്യമായിട്ട് എഴുതി വെച്ചതായിരിക്കും, വാട്ടെവർ. അപ്പോൾ നാട്ടുകാരെ കുറേ ജിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ ചെയ്യുക പറയുക, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഫോർക്ക് ചെയ്ത ജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരോട് ഫോർക്ക് ചെയ്യുന്ന ജിസ്റ്റുകൾ നമുക്ക് കാണണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ മറ്റുള്ള ആൾക്കാർ സ്റ്റാർ ചെയ്ത ജിസ്റ്റ് ഉണ്ട്, അത് കാണാൻ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട എന്താ ചില സമയത്ത് വേണ്ട ചില കോഡുകളുണ്ട് നമുക്ക് വീണ്ടും ഫ്യൂച്ചറിൽ എവിടെയെങ്കിലൊക്കെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുള്ളത് ഇങ്ങനെ ജിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെ കുറേ ജിസ്റ്റ് ഫയൽ ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് ഫ്യൂച്ചറിൽ നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ അറിഞ്ഞത് വളരെ അവസാന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങളും ചെയ്യാൻ വേണ്ടി പണ്ട് മുതലേയുള്ള സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമയം. ഇപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ കോഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെച്ച് എന്താ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോൾ എന്തായാലും ഇനി കുറേ കാലം കോഡ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഞാനെന്താ പറയുക, കോഡിൽ ഇതേമാതിരിയുള്ള കാര്യങ്ങളിൽ ചെയ്യുക, ഡീഡ് ചെയ്യുക എന്നല്ലാതെ നമ്മൾ കോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള പരിപാടികൾ ഞാൻ കൂടുതലും ബിസിനസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി കുറേ ജിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി അങ്ങോട്ട് ഈ ടെക്കിൽ കരിയർ ബിൽഡ് ചെയ്യണ ഒരു ഗിറ്റബിൽ ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സീക്രട്ട് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, വാട്ടെവർ നിങ്ങൾ എന്ത് ചെയ്യുക, ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ഉണ്ടായിക്കോട്ടെ. ബാക്ക് ടു ഗിറ്റബിലോട്ട് തിരിച്ചു വന്ന് ജിസ്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ജിസ്റ്റലോട്ട്.github.com എന്നുള്ള ഇതിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ കിട്ടും. നിങ്ങൾ മുകളിൽ നിങ്ങൾ സി ഓൾ യുവർ ജിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കയറി കഴിഞ്ഞാൽ നിങ്ങളെ ജിസ്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതുണ്ട് ഫോർക്കഡ്, നിങ്ങൾ ഫോർക്കഡ് ജിസ്റ്റുകൾ തന്നെ ഞാൻ വേറെ സ്ഥലത്ത് ഫോർക്ക് ചെയ്താണ്. ഞാൻ സ്റ്റാർ ചെയ്തിട്ടുള്ള ജിസ്റ്റ്, അത് ഞാൻ സ്റ്റാർ ചെയ്തിട്ടുള്ള ജിസ്റ്റാണ്. പിന്നെ അതിന് അടിയിൽ കമൻ്റൊക്കെ ചെയ്തോട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജിസ്റ്റ്, ഇപ്പോൾ ഞാനൊരു ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ഈ ജിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന് താഴെ മറ്റുള്ളവർക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഓ ജിസ്റ്റ് കൊള്ളാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അതാക്കി ലൈക്കൊക്കെ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ മറ്റുള്ളവർക്ക് ഒപ്പീനിയൻ പറയുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ജിസ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ജിസ്റ്റ് ഇങ്ങനെ എഴുതി വയ്ക്കാനുള്ള സംഭവമാണ്. എഴുതി യൂസ് ചെയ്ത് തുടങ്ങുക. ചെറിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളുടെ ഏതെങ്കിലും നിങ്ങളെ കോഡിൻ്റെ ഉള്ളിൽ ലോഗിൻ പേജിൻ്റെ കോഡ് അങ്ങനെയൊന്നല്ല, ഇമ്പോർട്ടൻറ്റ് ലൈബ്രറീസിൻ്റെ പേര്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ കിട്ടുമ്പോൾ ജിസ്റ്റിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിട്ട് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് കോഡൊക്കെ കോപ്പി ചെയ്തിട്ട് സംഭവം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, പബ്ലിക് ജിസ്റ്റ് കൂടിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെസ്യൂമിലൊക്കെ വരണം കേട്ടോ. ഗിറ്റ്, ജിസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വരാനുണ്ട്. നിങ്ങളെ പ്രൊഫൈലൊരു പവർ ആവാനുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ജിസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ജിസ്റ്റും യൂസ് ചെയ്യാൻ തുടങ്ങുക. ഗിറ്റബ് ജിസ്റ്റ് ഇവിടുന്ന് ബാക്ക് ടു ഗിറ്റബിലോട്ട് പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റും. അത്രേ ഉള്ളൂ ജിസ്റ്റ്, ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റിൻ്റെ ആക്ഷൻസ് എന്നുള്ള സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് ലേറ്റസ്റ്റ്, ഇപ്പോൾ വെബ്സൈറ്റ്, ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എടുക്കുക. ഈ പ്രോജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ എന്തിനാന്ന് വെച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡെവോപ്സ് എന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ. ഇതിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സംഭവം കൂടുതലായിട്ട് ആവശ്യമുള്ളത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റിങ് നടക്കണം. ഇതിൻ്റെ ചെക്കിങ്, ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇത് ഡിപ്ലോയ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യുക. ചില ബ്രാഞ്ചുകൾ മാത്രം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. ചില ബ്രാഞ്ച് വേറെ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് മാത്രം വെക്കുക, അതിൻ്റെ റിസൾട്ട് വേറെ. അങ്ങനെ ഒരുപാട് വർക്ക് ഫ്ലോകളുണ്ട്. അപ്പോൾ CI/CD, കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെലിവറി, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംഭവങ്ങളൊക്കെ നടക്കാനുള്ള കുറേ സ്ക്രിപ്റ്റ്, YAML സ്ക്രിപ്റ്റൊക്കെ ആഡ് ചെയ്യും. YAML എന്നുള്ള സ്ക്രിപ്റ്റ്, YAML സ്ക്രിപ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു Node.js ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ Node.js കമ്പൈലർ എടുത്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ജാവ പഠിച്ചെല്ലാവരുമല്ലോ, ജാവ അല്ലെ C ഒക്കെ പഠിച്ചല്ലേ, സിയിൽ നമ്മൾ GCC കമ്പൈലറൊക്കെ യൂസ് ചെയ്തല്ലോ. അപ്പോൾ എന്താണ്, C കോഡ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കമ്പൈൽ ചെയ്ത് നോക്കണം, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത് വർക്ക് ഫ്ലോ ഒക്കെ കറക്റ്റാണ് നോക്കണം, എന്നിട്ട് Cൻ്റെ ഫയൽ റിലീസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കോഡ് ചെയ്ത് വെച്ച് ഓട്ടോമേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, ഈ ഡെവലപ്പേഴ്സ് ഇതൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെർവർ ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തെല്ലാം റെഡി ആണെന്ന് വെരിഫൈ, അല്ലെങ്കിൽ ഇഷ്യൂ ആണെങ്കിൽ ഇഷ്യൂ എന്നുള്ളത് കാണിക്കും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും, ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണം. കൊളാബറേറ്റ് ചെയ്ത് വലിയ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 100 ആളുടെ ഒരു ടീം, അല്ലെങ്കിൽ 200 ആൾക്കാരുടെ ടീം, ഒരു 500 ആൾക്കാരുടെ ടീം, ഒരു 30-40 ആൾക്കാരുടെ ടീമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേമാതിരി കോഡ് വന്ന് ഇങ്ങോട്ട് ഇഷ്യൂസ്, മെർജ് ചെയ്യുമ്പോൾ ഇഷ്യൂസ്, അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കോഡ് അവർ കയറുമ്പോൾ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് അടുത്ത ആളുകളോട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര രസകരമായിട്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയാണ് CI/CD അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗിറ്റ് ഹബിൽ
ആക്ഷൻസിൽ ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ സെറ്റപ്പ് നോഡ് ജേസിൻ്റെ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുക, നോഡ് ജേസ് പാക്കേജ് പലതും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആമസോണിൽ ഇപ്പോൾ നമ്മളെ കോഡ് ആമസോണിൻ്റെ AWS ഉണ്ടല്ലോ, ആമസോണിൽ ഹോസ്റ്റ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട്, ഗൂഗിൾ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യണം, വിൻഡോസ് അഷർ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞോ ഡോക്കർ ഇമേജ് ഇപ്പോൾ പലതും ഉണ്ട്, റൂബി റെയിൽസ്, റെസ്റ്റ്, പൈത്തൺ, വാട്ടവർ ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് അത് ടെസ്റ്റ് ചെയ്യണത്, കമ്പനിയിൽ ഡിപ്ലോയ് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും പുതിയ സെർവറിൽ സെറ്റ് ചെയ്യണം, ആ സെർവറിൽ ഒരു കോപ്പി ഇത് പോകണം, അത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ ടെസ്റ്റിങ്ങിന് വേറെ സ്ഥലത്ത് പോകണം, ഇന്ന വേർഷൻ അവിടെ പോകണം, ഇന്ന ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മാസ്റ്റർ ബ്രാഞ്ചിൽ വരുന്ന കാര്യങ്ങൾ നേരെ യൂസേഴ്സിന് റിലീസ് ചെയ്ത് കൊടുക്കുക, മറ്റേത് വരുന്നത് നമ്മൾ ടെസ്റ്റ് ടീമിന് മാത്രം റിലീസ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഓരോ നമ്മൾ ഈ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്താൽ മതി, മെയിൻ്റനർ ഓരോ റെപ്പോസിറ്ററിക്കും ഒരു മെയിൻ്റനറൊക്കെ ഉണ്ടാവും, മെയിൻ ഡെവലപ്പർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് മാത്രമേ പെർമിഷൻ ഉണ്ടാവുള്ളൂ മെയിൻ ഇതിലോട്ട് പുഷ് ചെയ്യും, അത് യൂസേഴ്സിന് പോകണതായിരിക്കും. അപ്പോൾ അത് അതിന് മുന്നേ ടെസ്റ്റിംഗ് കഴിഞ്ഞ സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ടെസ്റ്റിംഗ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനോട് മെർജ് ചെയ്ത് കൊടുക്കും മാസ്റ്ററിനോട്. അപ്പോൾ എന്ത് ചെയ്യും, മാസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം ആയിക്കോളും. അപ്പോൾ അതൊന്നും പിന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട. അതൊക്കെ ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഇതൊക്കെ കോൺഫിഗർ ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് ഡെവോപ്സ് എഞ്ചിനീയേഴ്സ്. ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് അതിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാലും. അപ്പോൾ ഇത് ഡെവലപ്പേഴ്സിന് ഇതുകൂടി അറിഞ്ഞാണ്ടല്ലോ. അപ്പോൾ CI/CD എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ റെസ്യൂമിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ കേട്ടോ. എനിക്ക് നിങ്ങളെ സാലറി ഒക്കെ ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര വലിയ സാലറിയിലോട്ട് പോകണമെന്ന് അടുത്ത കമ്പനി ജമ്പ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ വേർഡിനും ഉണ്ടല്ലോ, നിങ്ങളൊരു ഫ്രഷറായിട്ട് ഈ വേർഡുകളൊക്കെ നിങ്ങളെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ പറ്റിയാണ്ടല്ലോ എത്ര സാലറി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ലക്ഷങ്ങളെ സാലറി പറഞ്ഞ് ചോദിച്ച് മേടിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ്സുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണതിന് പല സ്റ്റാൻഡേർഡ്സുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്ത് വരണം. റെസ്യൂമിൽ ആഡ് ചെയ്യുന്നത് പഠിക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, നോഡോ പൈത്തനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ബേസിക് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നോക്കാം നമുക്ക് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ വരുമ്പോൾ എന്തായാലും ചെയ്യാം. നോഡിനെ പൈത്തന 2.12 വേണമെന്നില്ല, അതിൽ ജസ്റ്റ് പ്രൊജക്റ്റൊക്കെ തീർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബേസ് സെറ്റ് ചെയ്യാം. ഓപ്പൺ സോഴ്സിൽ ലൈവ് പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വരുന്നവർക്ക് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് എല്ലാം സമയമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ഷൻസ്. അതിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇതിന് കുറേ ടെംപ്ലേറ്റുകൾ ഇവിടെ തന്നെ ഓൾറെഡി ഉണ്ട്, ഇന്നതിന് വെച്ചാൽ അല്ലെങ്കിൽ ബ്ലാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റപ്പ് വർക്ക് ഫ്ലോ യുവർ എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടോ YML YAML സ്ക്രിപ്റ്റ് എന്ന് പറയാം. YAML സ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എടുക്കുക. ഇതൊക്കെ ഒരു കമൻറ്റ് എങ്ങനെ ചെയ്യണം, സ്റ്റെപ്സ് കണ്ട് ഇന്ന ചെയ്യണം, ഇന്ന ചെക്കൗട്ട് ചെയ്യണം, അതെടുത്തിട്ട് ഇത് ചെയ്യണം, റൺ ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഏതൊക്കെ എൻവയോൺമെൻറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇവിടുന്ന് ഓപ്ഷൻസ് എടുക്കുക, അങ്ങനെയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഗിറ്റബ് ഓട്ടോമാറ്റിക് ഇതൊക്കെ റൺ ചെയ്ത് ബിൽഡ് ചെയ്ത് നോക്കി ടെസ്റ്റ് ചെയ്ത് ഇഷ്യൂസ് ഒക്കെ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം വേണ്ട, നിങ്ങളുടെ ലോക്കൽ സിസ്റ്റം വേണ്ട, സെർവറിൽ ഇതൊക്കെ കോൺഫിഗർ ചെയ്ത് റെഡിയാക്കി എന്ത് ചെയ്യും ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് റെഡിയാക്കും. പിന്നെ ഏതെങ്കിലും നിങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ള സെർവർ AWS ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അതിലോട്ടൊക്കെ കണക്ട് ചെയ്ത് ഒക്കെ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. അതിന് YAML സ്ക്രിപ്റ്റ് പഠിക്കണം. YAML സ്ക്രിപ്റ്റ് പഠിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ ഈ ഒരു ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ആക്ഷൻസ് ചെയ്തുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ പറയാനുള്ളൂ, ഇതൊന്നും ചെയ്ത് കാണിച്ചു തരുന്നില്ല. ഇതൊന്നും ഇപ്പോൾ ചെയ്തിപ്പോൾ നിങ്ങൾക്ക് കാര്യമില്ല, ജസ്റ്റ് ഒരു ഐഡിയ പറയണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഫ്യൂച്ചറിൽ നിങ്ങളൊരു ബേസ് ഡെവലപ്പറായി ഒരു 4-5 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ആഡ് ചെയ്തേ പറ്റുള്ളൂ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. ഇതും കമ്മിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കോളും. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ട്യൂട്ടോറിയൽ നമുക്ക് അതൊക്കെ ഒരുപാട് പേര് വേണമെങ്കിൽ മാത്രം ചെയ്യാം. നമ്മളിതൊരു വളരെ കുറഞ്ഞ പേർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വിട്ടേക്ക് അങ്ങനെ ഒരു സംഭവം കൂടി ഗിറ്റബിൽ ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാം. ഇനി അടുത്തത് ഗിറ്റബിൽ വേറൊരു കാര്യം യൂസ് ചെയ്യുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രൊജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുക, പ്രൊജക്റ്റ് മാനേജ് ചെയ്യുമ്പോൾ കുറേ മെത്തേഡ്, അജയിലെ തന്നെ സ്ക്രം മോഡൽ, കൺബാൻ ഫ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയ വലിയ ടീമിനെ നമുക്ക് മോണിറ്റർ ചെയ്ത് പ്രൊജക്റ്റ് കോർഡിനേറ്റേഴ്സും പ്രൊജക്റ്റ് മാനേജേഴ്സും എന്തിനാണ് ഇവരെ ഏതൊക്കെ ടാസ്ക് റിലീസ് ചെയ്യണം, ആദ്യം ഇത് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഒന്ന് വർക്ക് ഫ്ലോ മോഡലൊക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും ടാസ്കുകൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ ദിവസം ടാസ്ക് അനലൈസ് ചെയ്യേണ്ടവർക്ക് ഇത് കഴിഞ്ഞോ എന്നൊക്കെയുള്ള രീതിയിൽ ബോർഡ് സെറ്റ് ചെയ്യും. കൺബാൻ ഫ്ലോൻ്റെ ഒക്കെ ബോർഡ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടീമൊക്കെ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വലിയ ടീമിലോട്ട് പോകുമ്പോഴാണ് നിങ്ങളത് പഠിക്കുകയുള്ളൂ. വലിയൊരു കമ്പനീൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രൊജക്ട് മാനേജേഴ്സ് ഇപ്പോൾ പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ് ആയാലും എന്ത് ചെയ്യും വർക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേമാതിരി കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പരിപാടികളുണ്ട്. സ്ക്രമ്മിലൊക്കെയാണെങ്കിൽ സ്പ്രിൻറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഡിസൈഡ് ഇപ്പോൾ ഈ 3 ആഴ്ച നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം റിലീസ് ചെയ്യേണ്ടത് എന്താണ്. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് പണ്ടത്തെ ഒരു മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വാട്ടർഫാൾ മോഡലൊക്കെ കേട്ടിട്ടില്ല. നമ്മൾ എന്താ പറയുക ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലാൻ ചെയ്യണം, ഡിസൈൻ ചെയ്യണം, പിന്നെ അത് കോഡ് ചെയ്യണം, അങ്ങനെ ഒരു ഫ്ലോ നമ്മൾ പറയാനുണ്ടല്ലോ വാട്ടർഫാൾ മോഡൽ.
അതേപോലെ തന്നെ റിലീസ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവം പറയാനുണ്ട്. വാട്ടർഫാൾ മോഡലാണ് പറയാനുണ്ട്. അത് വലിയ എൻ്റർപ്രൈസസ് കമ്പനീൻ്റെ സിസ്റ്റമാണ്. മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ള് ചെയ്തിട്ട് പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പക്ഷേ മെത്തേഡ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഫുള്ള് കൂടുതൽ അജൈലെ മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വാട്സാപ്പൊക്കെ നമ്മൾ പണ്ട് ഇറങ്ങിയത് ഓർമ്മയില്ല. വാട്സാപ്പ് ഇറങ്ങിയതെന്ന് വെച്ചാൽ, വാട്സാപ്പ് അവർക്ക് എഞ്ചിനീയേഴ്സിന് വീഡിയോ കോൾ ഓഡിയോ കോൾ ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടല്ല. അവർ വളരെ ചെറിയ മിനിമൽ സാധനം എന്ത് ചെയ്യും, ടെക്സ്റ്റ് ചാറ്റ് മാത്രം നമുക്ക് ഇറക്കി തന്നു. എന്തിനു പറയുന്നത്, പിക്ചർ അയക്കാൻ, ഓഡിയോ മെസ്സേജ് അയക്കാൻ പോലും ഓപ്ഷൻ ഇല്ല. അതേസമയം കുറച്ച് ഓഡിയോ മെസ്സേജ്, പിക്ചർ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ടെലഗ്രാം, അതേപോലെ മറ്റു ആപ്പുകൾ ഹൈക്കൊക്കെ വന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇവരൊക്കെ എന്ത് ചെയ്ത്, വീഡിയോ കോൾ ഓഡിയോ കോൾ ഒരുപാട് ഫീച്ചേഴ്സ്, വലിയ ഫയൽ അയക്കണം, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഹിറ്റായതാരാ, വാട്സാപ്പ് എന്താ വെച്ചാൽ വേണ്ട ഫസ്റ്റ് ഫീച്ചർ എന്ത് ആദ്യം കൊണ്ടുവന്ന് പതിയെ ഐട്രേറ്റ് ചെയ്ത് യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ നോക്കി പതിയാണ് വീഡിയോ കോളോടൊക്കെ എത്തിയത്. ഇപ്പോൾ അടുത്തല്ലേ ഗ്രൂപ്പ് വീഡിയോ കോൾ വന്ന്. ഇതൊന്നും അവർക്ക് ആദ്യം ഉണ്ടാക്കാൻ അറിയാത്തതല്ല എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണ്ട. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ, ഞാൻ ടെക്കി ആയിരുന്നപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അയ്യോ ഇതെന്താ വാട്സാപ്പിന് വീഡിയോ കോൾ അയക്കുന്നുണ്ടല്ലോ, ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല, ഇവർക്ക് എഞ്ചിനീയേഴ്സ് ഇല്ലാണ്ടല്ല, അതൊരു ട്രിക്കാണ്, ഇതൊരു യൂസേഴ്സിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയുള്ള ട്രിക്ക്. അപ്പോൾ അജൈലിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ വളരെ മിനിമൽ ഫീച്ചർ, അത് ഏറ്റവും പെട്ടെന്ന് യൂസറിന് വേണ്ട ഫസ്റ്റ് ഫീച്ചർ എന്താണോ അതിറക്കുക. അതിൽ നിന്ന് പതിയെ യൂസറിൻ്റെ ഫീഡ്ബാക്കും നമ്മളെ പുതിയ ടെക്നോളജി മാറുന്നതും ഒക്കെ മനസ്സിലാക്കി പതിയെ ആഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ പ്രോജക്റ്റ് ഫുള്ള് കോഡ് ചെയ്തിട്ടുണ്ടാക്കി. ഇപ്പോൾ വീഡിയോ കോൾ ഓഡിയോ കോൾ എല്ലാം കൂടിയുള്ള ഒരു ഫുള്ള് പ്രോജക്റ്റ് കോഡ് ചെയ്തുണ്ടാക്കി, ടീമിനെ ഡിവൈഡ് ഉണ്ടാക്കി, പിന്നെ അത് ബിൽഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യുകയല്ല ചെയ്യണത്. ടെക്സ്റ്റ് ചാറ്റ് മാത്രം ഇറക്കി പതിയെ കൊണ്ടുവന്ന് അടുത്ത് അങ്ങനെ വരികയാണ്. അങ്ങനെ ഇറക്കുന്ന മോഡൽ അജൈലെ പറയണം. അജൈലെ മെത്തഡോളജി എന്ന് പറയും. അജൈലെ തന്നെ അത് ഡീൽ ചെയ്ത് പോകണമല്ലോ കറക്റ്റായിട്ട്. ഇതൊന്നും വെറുതെ കഥ പോലെ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് കഥ പോലെ പറയുകയാണ്. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, മോഡലുണ്ട്. അതായത് സ്ക്രം മോഡലുണ്ട്, അതേമാതിരി കൺബാൻ ഫ്ലോ മോഡലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീൽ ചെയ്യുമ്പോൾ, ഒരു പ്രൊജക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതേമാതിരി ഒരു 100 ടീം വർക്ക് ചെയ്യുമ്പോൾ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട, മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണ്ടേ. ഇത് ആരും ഏത് ടാസ്ക് ചെയ്യും, മറ്റൊരു ഇത് ചെയ്യും, ഇത് ചെയ്യണം, മറ്റൊരു ഇത് ചെയ്തില്ലേ, നാളെ ചെയ്യേണ്ട, ഡെലിവറി ചെയ്തോ, ഇതൊക്കെ അനലൈസ് ചെയ്യണ്ടേ. ഇതിന് വേണ്ടിയിട്ടാണ് പ്രൊജക്ട്സ് എന്നുള്ളൊരു സെക്ഷനിലൂടെ. പ്രൊജക്ട്സിന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ക്രിയേറ്റ് പ്രൊജക്റ്റ് ഇവിടെ കൊടുക്കുക. ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ബോർഡിന് ഒരു നെയിം കൊടുക്കുക. അപ്പോൾ പല ബോർഡുകളുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഒരു സാമ്പിൾ ഒരു ബോർഡ് കൊടുത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇപ്പോൾ കൺബാൻ ഫ്ലോൻ്റെ തന്നെ ബേസിക് കൺബാൻ ഉണ്ട്, ഓട്ടോമാറ്റഡ് കൺബാൻ ഉണ്ട്, റിവ്യൂസ് ഉണ്ട്, ബഗ് ട്രാക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ടെംപ്ലേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നണ്ണ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ഏതെങ്കിലും മോഡൽ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. കാണിച്ചാൽ ജസ്റ്റ് ഇതുണ്ടോ, ക്രിയേറ്റ് പ്രോജക്റ്റിലാണെങ്കിൽ ആഡ് കോളംസ് ആഡ് ചെയ്യുക. കോളംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് പല കോളംസ് ഉണ്ട്. നമുക്ക് പല സ്പ്രിൻ്റ് ആയിട്ടോ കോളംസ് ആയിട്ടോ ഡു ഇൻ പ്രോഗ്രസ്, വർക്കിംഗ്, ഇതാണ് എക്സാമ്പിൾസ് കൂടെ കാണിക്കും. ടു ഡു ഇൻ പ്രോഗ്രസ്, ഡൺ എന്നൊക്കെ പറഞ്ഞാൽ പല, ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ടു ഡു ഓക്കെ, തന്നെ ഇതിൽ തന്നെ കാണിച്ചിരിക്കുന്ന സാമ്പിൾ അനുസരിച്ച് ചെയ്യാം. പ്രോഗ്രസ് ഓക്കെ. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ ആഡ് ചെയ്യും. ഇപ്പോൾ ടു ഡു എന്താണ്, ലോഗിൻ പേജ്. ഓക്കെ, ലോഗിൻ പേജ് ആഡ് ചെയ്തു. അതേപോലെ എന്താണ് OTP. അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ടുഡൂലും എഴുതും. അപ്പോൾ എന്താ, പുതിയൊരു ഡെവലപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ, ഓപ്പൺ സോഴ്സ് ഒക്കെ പുതിയ ഡെവലപ്പർ വന്നു കഴിഞ്ഞാൽ, ഓക്കെ ഇത് ചെയ്തിട്ടില്ല, ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡെവലപ്പർ എടുത്തിട്ടുണ്ടെങ്കിലോ ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിടാം. അപ്പോൾ ഞാൻ OTP വെരിഫിക്കേഷൻ ചെയ്യാൻ പോവാണ്, ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറ്റി. അപ്പോൾ പുതിയൊരു ഡെവലപ്പർ വരുമ്പോൾ എന്താ, OTP വെരിഫിക്കേഷൻ നിഖിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനത് ചെയ്യേണ്ട ആവശ്യം, ഇൻ പ്രോഗ്രസ്സിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡൺ എന്നുള്ള ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഞാനെന്ത് ചെയ്യും, ചെയ്ത് കഴിഞ്ഞാൽ ഡണ്ണിലോട്ട് മാറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് മൊത്തം, ഈ പ്രൊജക്റ്റിൻ്റെ മൊത്തം സ്ട്രക്ചറുകൾ എന്ത് ചെയ്യും, ഓരോ ഫീച്ചേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ വെച്ചിട്ടാവും നമ്മൾ പ്രോജക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മോഡലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നല്ല കൺബാൻ ഫ്ലോൻ്റെ തന്നെ നല്ലൊരു മെത്തേഡൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. സ്ക്രമ്മും കൺബാനൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ മോഡലുകളുണ്ട്. നമുക്ക് നോക്കാം ഏതാ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് വർക്കൗട്ട് ചെയ്യുക. അതിൽ നമുക്കൊരു പ്രൊജക്റ്റ് മാനേജർ കൂടി ആഡ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് ഇതിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്രൊജക്റ്റ് മാനേജറും കൂടി ആഡ് ചെയ്യുക. കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊജക്റ്റ് മാനേജർ ആഡ് ചെയ്യുക. അല്ലാതെ ഡെവലപ്പേഴ്സ് മാത്രമേ ഇത് നടക്കില്ല.
അപ്പോൾ നല്ല കോർഡിനേറ്റേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് അറിയുന്ന കോർഡിനേറ്റേഴ്സിനും കൂടി ആഡ് ചെയ്ത് നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഗിറ്റ് ലാബിൽ ഓപ്ഷൻസ്, ഇതേ ഓപ്ഷൻസ് ഗിറ്റ് ലാബിലും ഉണ്ട് കേട്ടോ. ഗിറ്റ് ലാബിൽ ഇതേമാതിരി ലോഗിൻ ചെയ്ത് ഇതേമാതിരിക്കുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ദാറ്റ്സ് ഓൾ. അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ടീമിൽ വർക്ക് ചെയ്യുമ്പോഴും വലിയ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗിറ്റ് ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോ എന്നോ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇത് ഗൂഗിളിൽ പോകാം നമുക്ക്. ഗിറ്റ് ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ്. ഓക്കെ, ഇപ്പോൾ പല വർക്ക് ഫ്ലോസ് ഉണ്ട്. ഇപ്പോൾ ഗിറ്റിൻ്റെ ആഡ്ലേഷന് തന്നെ ടോപ്പിക്കുകളുണ്ട്, പലതും ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് വർക്ക് ഫ്ലോ, ഫ്ലോ ബ്രാഞ്ചിങ് വർക്ക് ഫ്ലോ, ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ് പലരും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ടീമിന് ഏതാണ്, വലിയ ടീമാണോ ചെറിയ ടീമാണോ ഒക്കെ നോക്കിയിട്ട് ഓപ്പൺ സോഴ്സ് വർക്ക് ഫ്ലോ വേറെ തന്നെയാണ്. അപ്പോൾ കമ്പയറിങ് വർക്ക് ഫ്ലോസ് ഇതുണ്ടാവും. ഒരു സെൻട്രലൈസ്ഡ് ഒരു ലീഡ് ഉണ്ട്, ഒരു സെൻട്രലൈസ്ഡ് പ്രോജക്റ്റ് ഉണ്ട്, അതിൽ 3 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ പുഷ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. അതേപോലെ അതിൽ തന്നെ നമുക്ക് വേറെ പറയുന്നുണ്ട്, വേറെ വർക്ക് ഫ്ലോ ഇതിൽ ഓപ്പൺ സോഴ്സിൻ്റെ വേറെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണത് കാര്യങ്ങൾ, അത് അതർ കോമൺ വർക്ക് ഫ്ലോസ്, ഫീച്ചർ ബ്രാഞ്ച് വർക്ക് ഫ്ലോ, ഗിറ്റ് ഫ്ലോ വർക്ക് ഫ്ലോ, ഫോർക്കിംഗ് വർക്ക് ഫ്ലോ. ഇതാണ് ഓപ്പൺ സോഴ്സിന് നമ്മൾ ചെയ്തിട്ട് ഫോർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന വർക്ക് ഫ്ലോ. ഗിറ്റ് ഫ്ലോ വർക്ക് ഫ്ലോ ഉണ്ട്, പല വർക്ക് ഫ്ലോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക, പല ടീമിൻ്റെ സൈസിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ഫ്ലോസ് പറഞ്ഞിട്ടുണ്ടാവും. ലോക്കൽ ഏതൊക്കെ ബ്രാഞ്ച് കീപ്പ് ചെയ്യണം, ഏത് ബ്രാഞ്ചിൽ ആരൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുണ്ടോ, ഒറിജിൻ ടോപ്പിക് ബ്രാഞ്ച്, ലോക്കൽ ടോപ്പിക് ബ്രാഞ്ച് ഏതൊക്കെയാണ്, എവിടെ നിന്നാണ് പുഷ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ഡിഫറെൻറ്റ് രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വർക്ക് ഫ്ലോസൊക്കെ വായിച്ച് പഠിക്കുക. നല്ല എന്താ ചെയ്യുക, നല്ല ഏതെങ്കിലും ഗിറ്റ് വർക്ക് ഫ്ലോസ് എടുക്കണം. നമുക്ക് ഏതായാലും നമ്മൾ പിങ്ക് ഫൗണ്ടേഷനിൽ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ ആ വർക്ക് ഫ്ലോൻ്റെ ട്യൂട്ടോറിയൽ തന്നെ ഇറക്കും, എങ്ങനെ ചെയ്യണം, ആരെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യണം, നിങ്ങൾക്ക് ഏതിനൊക്കെ റൈറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ്. ഇപ്പോൾ അഡ്മിൻ ഉണ്ടായിരിക്കും, മെയിൻ്റനർ ഉണ്ടായിരിക്കും, റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഡെവലപ്പർ ഉണ്ടായിരിക്കും, അതന്നെ പല ജൂനിയർ ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും. പലവർക്കും പല ബ്രാഞ്ചസ് ആയിരിക്കും, പല ബ്രാഞ്ചിലോട്ടായിരിക്കും അവർ പുഷ് ചെയ്യേണ്ടത്. അവർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്യണം, അങ്ങനെ പല തട്ടിൽ എന്ത് ചെയ്യും, വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ വലിയൊരു പോയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ ഒരേ സമയത്ത് വർക്ക് ചെയ്യില്ല ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ഫ്ലോസ് ഉണ്ട്. ഇങ്ങനെ വർക്ക് ഫ്ലോസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ല ഗിറ്റിൻ്റെ എക്സ്പേർട്ട് ലെവലിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡെവോപ്സ് എഞ്ചിനീയേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല വർക്ക് ഫ്ലോസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങൾക്കുള്ള സ്കില്ലും എല്ലാം കൂടി വെച്ചിട്ട് താഴെ ഒരു ലിങ്കിൽ, ഞാൻ വീഡിയോയുടെ താഴെ ലിങ്ക് ഇടും. അപ്പോൾ അതിൽ നിങ്ങൾക്കുള്ള കപ്പാസിറ്റി, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൾറെഡി ടെക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അത് ഷെയർ ചെയ്യാം. പിന്നെയും നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഗിറ്റിൻ്റെ നമ്മളിപ്പോൾ യങ് ആപ്പിലാണെങ്കിൽ നോഡും ആൻഡ്രോയിഡും ഇതിലൊക്കെയാണ്, iOS ഒക്കെയാണ്. പിന്നെ ഫ്ലട്ടർ ആയാലും റിയാക്ട് നേറ്റീവ് PW ആയാലും ഏതൊക്കെ സ്കില്ലുള്ള ആൾക്കാരൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് അതിലോട്ട് നമുക്ക് നോക്കിയിട്ട് ഡിസ്കഷനൊക്കെ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ വയ്ക്കാം. എന്നിട്ട് ഒരുമിച്ച് ഒരു മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഡയറക്റ്റ് വരാൻ പറ്റുന്ന എല്ലാവരും ഒരു മീറ്റിങ്ങിലൊക്കെ പ്ലാൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ആ രീതിയിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൂടെ ഉണ്ടാക്കാൻ പറ്റും. സമയമുള്ളവരും കൂടി ചെയ്യണേ, അല്ലാതെ എന്താ പറയുക ഫുള്ള് ബിസിയാണ്, ഡേ ടു 24 hours ബിസി ആയിട്ടുള്ള ആൾക്കാർ അതിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനി ടൈം ക്രോസ് റോഡ്സിൽ ഇങ്ങനെയുള്ള ഇൻവിറ്റേഷൻസ് അവിടെ കിടപ്പുണ്ടാവും. ഈ വീഡിയോയുടെ താഴെ എന്തായാലും ഇൻവിറ്റേഷൻ്റെ ലിങ്ക് എന്തായാലും കിടപ്പുണ്ടാവും. ഓപ്പൺ സോഴ്സിൻ്റെ ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യാനുള്ള അതൊന്ന് ഫില്ല് ചെയ്യുക നിങ്ങളെന്തായാലും. പിന്നെ നിങ്ങൾ സ്കില്ല് ആഡ് ചെയ്യുന്നതോറും ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ക്രോസ് റോഡ്സിൽ അനൗൺസ് ചെയ്യും. ഇപ്പോൾ പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്കിൽസ് വേണ്ടത് ആ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്താലും മതി. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇതിലെന്തായാലും നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വാൻസ്ഡ് സ്കിൽസും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യം കൂടി പ്ലാൻ ചെയ്യുക കിറ്റിൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യും, നല്ല എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റാണ്. പിന്നെ മറ്റ് ടോപ്പിക്കുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഡിഫറെൻറ്റ് എക്സ്പേർട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെയും കണക്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യാം. നമുക്കൊരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണിത് കേരളത്തിൽ. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു നെക്സ്റ്റ് ഒരു 10 yearsൻ്റെ ഒരു വലിയ പ്ലാനാണ് നമുക്ക്. എന്താ പറയുക, നെക്സ്റ്റ് 1-2 decadesൻ്റെ വലിയ പ്ലാനാണ് നമുക്ക്. അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു ഭാഗമാകാൻ ഇവിടെ കേരള എന്നുള്ളത് നമുക്കൊരു വലിയ പാട്ടാക്കി മാറ്റാനുണ്ട്. ടെക്കിലും IT യിലൊക്കെ വലിയ സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബിസിനസ് പരമായിട്ടൊക്കെ ചെയ്യാനുണ്ട്.
അതിൻ്റെയൊക്കെ പ്ലാനിൻ്റെ തുടക്കം മാത്രമാണത്. അപ്പോൾ ടെക്കിൽ വേറെ എക്സ്പേർട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുക, നമുക്ക് ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഓൾറെഡി കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പല എക്സ്പേർട്സും നമുക്ക് പല കണ്ടൻറ്റ് ഷെയർ ചെയ്യാനും നമ്മുടെ കൂടെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഗിറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗിറ്റും ഗിറ്റ് ഹബും വർക്ക് ഫ്ലോ ഒക്കെ മനസ്സിലായി. അതേപോലെ ഗിറ്റ് ലാബും നിങ്ങൾ എടുത്ത് പഠിക്കുക. എല്ലാം സെറ്റായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അടുത്ത നോഡും പൈത്തണൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഗിറ്റ് വർക്ക് ഫ്ലോ ഒന്നും വേണമെന്നില്ല. ഗിറ്റിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ടാസ്കുകൾ സബ്മിറ്റ് ചെയ്യും, പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഗിറ്റിൻ്റെ ലിങ്കാവും നമ്മൾ ആവശ്യപ്പെടുക. അപ്പോൾ ഗിറ്റിൻ്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് നടക്കണം ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ കിട്ടുന്ന രീതിയിലാവും ഞങ്ങൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗിറ്റ് പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമ്മുടെ ട്യൂട്ടോറിയൽസ് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും പറ്റുള്ളൂ. കോഡിങ്ങിൻ്റെ എന്ത് ട്യൂട്ടോറിയൽ വന്നാലും ഗിറ്റ് ഇല്ലാതെ ഇനി നമ്മൾ ചെയ്യില്ല. ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ടാവും ചെയ്യുക. അപ്പോൾ ഒട്ടുമിക്കലും അത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളൊന്നും അങ്ങനെ ഇല്ലാതെ കോഡ് ചെയ്യാൻ തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് ആ രീതിയിലോട്ട് നിങ്ങൾ വരണം. അതായത് ഏതൊരു കോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റത്തെ ബേസ് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ആഡ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, അടുത്ത സാധനം ചെയ്തു അപ്പോൾ അത് ആഡ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്ത് കീപ്പ് ചെയ്യുക, ആ രീതിയിൽ ചെയ്യുക. അതേപോലെ മറ്റ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ എവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കുക. ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിലൂടെ ഇൻകം ഉണ്ടാക്കാനുള്ള ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. ഏതൊക്കെ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ ഇഷ്യൂസ് പോസ്റ്റ് ചെയ്താൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ മറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അതേമാതിരി മറ്റ് പ്രോജക്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് അറിയാം, അങ്ങനെ ഏതൊക്കെ പ്രോജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നോഡ് ജെഎസ് അറിയാം, ഏതൊക്കെ പ്രോജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പൈത്തൺ അറിയാം, നിങ്ങൾക്ക് എന്താണ് സ്കില്ലുള്ളത് അതിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പലതിലും. അതേപോലെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻട്രസ്റ്റുള്ള ലീഡർഷിപ്പ് ഇൻട്രസ്റ്റുള്ള ആൾക്കാർക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആ ഫീൽഡിലോട്ട് പോകാൻ പറ്റും. കോർഡിനേഷൻ പാർട്ടിലോട്ട് പോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് മറ്റേ അജൈലും സ്ക്രമ്മും കൺവെൻഷൻ ഫ്ലോ ഒക്കെ പഠിക്കാൻ പറ്റും. ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നല്ലൊരു കരിയർ ഉണ്ടാക്കണം. ഈ കിറ്റിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് യൂസ് ഉണ്ട്. പല കമ്പനീസിൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടും. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കമ്പനി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ ഗിറ്റ് ടീമിന് നല്ല രീതിയിൽ ഗിറ്റ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു ഗിറ്റിൻ്റെ സെഷൻ വേണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കോളേജിലൊക്കെ ചില നല്ല ഓപ്പൺ സോഴ്സ് ടീമിനൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് ആഗ്രഹമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു സെഷനൊക്കെ പ്ലാൻ ചെയ്യാം, ഡയറക്റ്റ് സെഷൻ പ്ലാൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനും. ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ട്യൂട്ടോറിയലോട് കാണാം. ഇതിൽ നമ്മൾ ഗിറ്റ് തകർത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവസാനിപ്പിക്കില്ലേ ദിൽഷാദ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ച് വേറെ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഡെവലപ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒട്ടുമിക്ക ഡെവലപ്പേഴ്സിന് അറിയാത്ത കാര്യമാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനീസിലുള്ള ഡെവലപ്പേഴ്സിനും എല്ലാ ടെക്കീസിനും HRസിനും ഒക്കെ അയച്ചു കൊടുക്കുക. ഈ 5 സീരീസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കമ്പനീസിലുള്ളവർക്കൊക്കെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ്. പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ 1-2 എക്സ്പേർട്സ് ഉണ്ടായിരിക്കും. പക്ഷേ മറ്റുള്ളവരും കൂടി ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ വീഡിയോസ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കമ്പനീസിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എത്രയും പെട്ടെന്ന് എത്തിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക എത്രയും പെട്ടെന്ന്. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എത്ര പേയ്മെൻറ്റ് ആയാലും എന്ത് ചെയ്യുക, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ ഫുള്ള് ടെക്ക് സപ്പോർട്ടാണ്. ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളും നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല സാധനങ്ങളായിരിക്കും നമ്മൾ തരുന്നത്. ആ രീതിയിലായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എടുക്കുക. ഇനിയും എടുക്കാത്തവർ സ്വയം ചിന്തിക്കുക, അത്രയും നല്ല ട്യൂട്ടോറിയൽ വന്നിട്ട് ഇനി അത് എടുത്തില്ലേ മോശമല്ലേ എന്നുള്ള ഒന്ന് സ്വയം ചിന്തിക്കുക. എത്രയും പെട്ടെന്ന് എടുക്കുക. മറ്റുള്ള ഡെവലപ്പേഴ്സിനെ കൊണ്ടും കമ്പനിയിലുള്ള ഡെവലപ്പേഴ്സിനെ കൊണ്ടും പഠിക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഒരു 1 ഇയർ മെമ്പർഷിപ്പ് ചെറിയൊരു എമൗണ്ട് ഉള്ളൂ. ഒരു 2nd ഇയർ മെമ്പർഷിപ്പ് അതോടുകൂടി വലിയൊരു ലെവലിലോട്ട് പോകും. 1 ഇയർ മെമ്പർഷിപ്പിന് 6 ട്യൂട്ടോറിയൽ മിനിമം ഞങ്ങൾ പറയുന്നുണ്ട്. സമയത്തിനനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതിന് പുറമെ 2ാമത്തെ ഇയറും കൂടി മെമ്പർഷിപ്പ് ഒരുപാട് റിസോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ കാലത്തും ക്രോസ്വേർഡ്സിന് മെമ്പർഷിപ്പ് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിനി നാളെ ഉയരങ്ങളെത്തുമ്പോൾ വലിയ കമ്പനിയിലോട്ട് കയറുമ്പോൾ ക്രോസ്വേർഡ്സിനെ അന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കാലത്തും അതിനൊക്കെയുള്ള പരിപാടികൾ എല്ലാ ലിങ്കുകളും ഇപ്പോൾ നമ്മൾ ഗിറ്റബിൽ സ്പോൺസർ ബട്ടൺ വെച്ച പോലെ തന്നെ നമ്മൾ എല്ലാ കാലത്തും ക്രോസ്വേർഡ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്താ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ക്രോസ്വേർഡ്സിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ബെൽ ബട്ടൺ അമർത്താത്തവർ എത്രയും പെട്ടെന്ന് ബെൽ ബട്ടൺ അമർത്തുക. ഇനി നെക്കി ബെൽ ബട്ടൺ അമർത്തി പൊട്ടിച്ചേക്കുക. വേറൊരു വഴിയില്ല. എല്ലാ അപ്ഡേറ്റ്സും എന്ത് ചെയ്യും, നമ്മുടെ ക്രോസ്വേർഡ്സ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കാണാം.